അമ്മ അയ്യോ എടീ ഞാൻ ഈ ബന്ധുക്കളടുത്ത് എന്ത് സമാധാനം പറയൂടി? കല്ലുപോലെ നിൽക്കണ പൈ എടാ പോയി അന്വേഷിക്കടാ, വല്ല റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിലെ പോയി അന്വേഷിക്കും. പോടാ. ഞാൻ എന്തിനു പോയി അന്വേഷിക്കണത്? നീ ഒറ്റടുത്താണ് കാരണം. നീ പോ. ഡേയ് നീ അവള് വല്ല കടുങ്ക. അയ്യോ എടീ ഞാൻ മനന കുഞ്ഞമ്മയുടെ എന്ത് പറയൂടി? പറ. എന്റെ കൊച്ചിനെ അടിച്ചു. അയ്യോ അവണ്ട അടിച്ചേ? അയ്യോ ബാലു ഇങ്ങനെ ഇരിക്കാതെ ഒരു വണ്ടി വിളിക്ക്. എനിക്ക് വയ്യ, കൈയും കാലും ആടില്ല. അയ്യോ രമ വന്നാ? എടീ നീ വരുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണല്ലോടി നീ പറഞ്ഞത്. എന്തോ ചേച്ചി? ഓ ഒന്നും പറയണ്ട. ഈ ബാലുവിന്റെ കുഞ്ഞമ്മയുടെ മോൾ ഇവിടെ വന്നായിരുന്നു. അവള് ചെറുതായിട്ടൊന്ന് ഇവനോട്ട് വഴക്കുണ്ടാക്കി. ഇവന്റെ സ്വഭാവമല്ലേ, ഒറ്റ അടി അവളെ. ഇറങ്ങിപ്പോയതേ ഒരെഴുത്തൊക്കെ എഴുതി വെച്ചിട്ട്. ചേട്ടാ ഏത് കുഞ്ഞമ്മയുടെ മോള്? കുഞ്ഞമ്മേരെ. അയ്യോ ആ മിന്നു എന്ന് പറഞ്ഞോ? നിനക്കറിയാല്ലേ? അവള് തന്നെ. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ ബന്ധുക്കളടുത്ത് എന്ത് പറയും? എന്തിനാ അവളെ അടിച്ചത്? ഇത് എന്തിനാ അടിച്ചത് അവളെ? കൊച്ചിനെ അടിച്ചോണ്ടാ അടിച്ചത്? കൊച്ചിനെ അടിച്ചവള്. കാര്യമില്ലാതെ കാര്യത്തിന് വേണ്ടിട്ട് എപ്പോഴും വഴക്കന്നെ ഇവിടെ. ചുമ്മാ കൊച്ചല്ലേടാ, എന്തിനാടാ അടിച്ചത്? കൊച്ചാ അവളെ നാക്ക അങ്ങ് കിടക്കയല്ല. അവളെ നാക്ക് കള 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 എന്ന് പറഞ്ഞോണ്ട് ഇവിടെ എന്തൊക്കെ പറഞ്ഞെന്നറിയാ? കണ്ട വൃത്തിയോടൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കൊച്ചിനെ. നീ വായിച്ചു തീർന്നാ? അതൊന്നും ചുരുട്ടി മടക്കല്ല്. തെളിവാണത്. സംഭവിച്ച തെളിവ്. ഞാൻ പോണ്, ആരും എന്നെ കാണില്ല, എന്നെ അടിച്ച ദുഷ്ടം സന്തോഷിക്കും. തെളിവ് ഞാൻ വച്ചോടാ. തെളിവ് ദുഷ്ട നീ പോ. എന്തിനാ അടിച്ചത്? പറയടാ. കരയില്ലേ ശ്രീയേട്ടാ? ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല രമേ, സത്യം. കരയില്ലേ? എന്റെ ലച്ചുമോളെ അടിച്ചു പോയി. ഞാൻ അറിയാതെ എടുത്തത് പിടിച്ച് തള്ളി, അത്രേ ഉള്ളു. നീ അറിഞ്ഞോണ്ടല്ല. കരയില്ലേ ശ്രീയേട്ടാ? ഇതിന് മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ല. എല്ലാം കരഞ്ഞ് ഉപ്പാട് വന്നല്ലേ? എന്നെ കഴിപ്പിച്ചാലേ ഇങ്ങനെ ഇരിക്കും. നീ എന്ത് പണിയാ കൊച്ചാ കാണിച്ചത്? ഞാനേ വല്യേട്ടന്റെ മുറി കയറി ലെറ്റർ എഴുതി വെച്ചു. എന്നിട്ട് ഇതുവഴി കറങ്ങി ചുറ്റി ബാക്ക് വഴിയൊക്കെ വന്ന് ഇവന്റെ റൂം ഉണ്ട്. ഇവന്റെ റൂമിന്റെ കട്ടിന്റെ അടിയിൽ ഒളിച്ചിരുന്ന് സുഖമായിട്ട് ഉറങ്ങി. പോട്ട് എണീര്. അയ്യോ കരയണ്. ഈ കരയില്ല, ഞാൻ വന്നില്ലേ. മുളങ്ങി വാ. അവളെ അടിച്ചല്ലേ? ചുമ്മാ കളിയാ. ഇവക്ക് 2 അടിയുടെ കുറവുണ്ട്. ഒളിച്ചളിക്കാണ് നീ. എന്തെങ്കിലും പറ്റിയ ഞാൻ വീട്ടിൽ എന്ത് സമാധാനം പറയടി? ആ പാവപ്പെട്ട് കിടക്കണ എന്തൊക്കെ പറയടി? അടിച്ചോളപ്പം പോട്ടാ. എന്തൊക്കെ പറയുന്ന പട്ടിയാണ്. മാന്തി പൊളിച്ചോടാ കച്ചവരൊക്കെ. നിർത്ത്. ഞങ്ങളെല്ലാം പറഞ്ഞു ഞാൻ പോവാ, ഇറങ്ങി ഇവിടുന്ന്. ചേച്ചി നീ അകത്ത് പോ. നീ അകത്ത് കയറി പോ. മിന്നു ശരിക്കും പറഞ്ഞ കല്യാണത്തിന് മുമ്പുള്ള ജീവിതമാണ് ജീവിതം. കറക്റ്റ്. നീ പറഞ്ഞ 100% ശരിയാണ്. ചിലര് കല്യാണം കഴിഞ്ഞ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയാണ്. പിന്നെ വേറൊരു ചിലര് കല്യാണം കഴിഞ്ഞ മരണം തന്നെ. ചത്തൂടെ. ഈ പ്രേമവിവാഹത്തെ പറ്റി ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? തേങ്ങാക്കൊല. കറക്റ്റ്. തേങ്ങാക്കൊല അല്ല, പണി കൊടുത്ത്. ഈ പ്രേമത്തിന്റെ കഴുത്തിൽ വീഴുന്ന താലിയാണ്, അല്ല പ്രേമത്തിന്റെ കഴുത്തിൽ വീഴുന്ന കൊലക്കേറാണ് താലി. ഈ മണിയറെ പറ്റി വേറെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? ശവക്കല്ലറ. ഇതാരടി പറഞ്ഞേ? ആര് പറഞ്ഞാലും സത്യമാണ്. എന്റെ രമേ, ഞാൻ ഒരു കാര്യം പറയാം.
ഈ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്ന ആരാണെന്ന് അറിയാമോ? ആരാ? സ്ത്രീകളാണ്. കാരണം അവരെ മനസ്സ് വായിക്കാൻ പറ്റൂല, ഭ്രാന്തമായ ചിന്തകളാണ്. ഒരു പിടുത്തം കിട്ടൂല, പിടുത്തം കിട്ടാൻ പോണില്ല. അതാണ് ഇടീ പുരുഷന്മാരെ മനസ്സ് ആകാശം പോലെ പരിശുദ്ധവും വിശാലവുമാണ്. ഇടിവെട്ടും മഴയും ഒക്കെ ഉണ്ടാവും. സ്ത്രീകളെ ഇന്നൊക്കെ ഇത്രേ പ്രതീക്ഷിക്കണുള്ളൂ. കാരണം പുരുഷന്മാരെ വാരിയിൽ നിന്ന് വലിച്ചു കൂരിയല്ല ഇതിനൊക്കെ ഉണ്ടാക്കിയത്. ഇത്രേ വരൂ. ആ വൃത്തിയേട്ട വാരിയല്ലേ കത്തിച്ചുകളയാ. ചില പുരുഷന്മാരെ പെരുമാറ്റം കാണുമ്പോഴത്തേക്കും വാരിയിൽ അടിച്ച് പൊട്ടിക്കാൻ തോന്നും. രമ്യ ഇങ്ങ് ജയന്ത എന്ത് പറയുന്നു? എന്ത് പറയാനാ ചേട്ടാ, എന്തൊക്കെയോ പറയുന്നു, പഴയ പോലൊക്കെ തന്നെ. ചില പുരുഷന്മാർ അങ്ങനെയാണ്, വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാലം തള്ളിവിടും. ഒരു ചായ ഇട്ടു രമ്യ. ഞാൻ ഇടാൻ ചായ, നല്ല സൂപ്പർ ചായ ഇട്ടാ. എന്റെ ഒറ്റ ചായ ഇട്ടതുണ്ട്. അളിയെന്ത് ഇവിടെ കിടന്ന് കറങ്ങണ്? അകത്ത് ജോലിയൊന്നുമില്ലേ? അമ്മോ, പടവലംകുട്ടമ്പിളക്ക് കുറെ സന്താനങ്ങള്. സംഭവം തന്നെ. അമ്മേ, ആരും അകത്തില്ലേ? ഒരു ചായ എടുക്കാൻ. ഇതാരിക്കണേ? കുട്ടമ്പിളയുടെ അച്ഛനാ. ചേച്ചി, അച്ഛനെ വിളിക്കണ്. എന്നടാ ചായ. എന്നാ ചേട്ടാ ചായ. അയ്യോ, ചേച്ചി ചായ കൊണ്ടുവന്നായിരുന്നു. അയ്യോ, എന്നാ ഞാൻ വടക്കേപ്പുറത്തായിരുന്നപ്പോ കൊണ്ടുവന്നതായിരിക്കും. സാരില്ല, ഇതോടെ കുടിച്ചു. 2 ചായയൊക്കെ കുടിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ കൊണ്ടുവന്നല്ലേ ചേട്ടാ, കുടിക്കേ കുടിക്കട്ടോ. ഇതാണ് ചായ, കുടിക്ക്. എന്തോന്ന് വെച്ചാ ഇത്? എല്ലാരും കൂടെ ചായ കുടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി പോണ? കുടിക്ക്. അവിടെയൊക്കെയാണ്. ഇത് വലിയ ചീട്ട ചായയല്ലേ, കൊള്ളൂല. ഇത് രമേശ് ചീട്ടയല്ലേ, ഇത് പറയണ്ട, ഇത് കടുപ്പേ ഇല്ല. ഇതാ ഞാൻ ഇട്ട ചായ, കുടിക്ക്. നിറച്ചും കുടിക്കണേ, കുടിക്ക്. കുടിക്കാൻ അവിടെ വെച്ച് എല്ലാരും കൂടെ കുടിക്ക്. കുടിക്കണേ. ഓ, എന്താ കേട്ടോ 3 ചായക്ക് മുമ്പ് വെച്ചോണ്ടിരിക്കുന്നേ? എടാ 3 ചായ, ഇത് എന്ത് ചെയ്യണോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷൻ ആണല്ലേ? ഇപ്പൊ കൺഫ്യൂഷൻ തരുന്നല്ലോ. चौदवी का चांद हो या फिताब हो जो. ആ പാട്ട് അങ്ങനെയല്ല, ഞാൻ പാടിത്തരാം. ആര് പാടിയെന്നറിയോ? ആരാ? റാഫി സാറ്. चौदवी का चांद हो या फिताब हो जो भी हो तुम खुदा की कसम लाजवाब हो. पढ़िए. चौदवी का चौदवी का चांद. രമേശി, ഒന്നുമില്ല. ഞാൻ പിന്നെ പഠിപ്പിച്ചേ. चौदवी का चांद हो. രമേശി, എന്താ ചേച്ചി നാണോ ഇല്ലേ? ചേച്ചി കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയല്ലേ? കണ്ണി കണ്ട ആൾക്കാരോടൊക്കെ ഇങ്ങനെ ആടാനും പാടാനും പോകണ എന്തിന്? അതൊക്കെ മോശമല്ലേ? ശ്രീയേട്ടൻ നമ്മുടെ ബന്ധുവല്ലേ, ചേട്ടൻ അറിയുന്ന പാട്ടൊന്ന് പാടിത്തന്നു, അതിനിപ്പോ എന്താ പ്രശ്നം? അതൊന്നും അല്ല, എല്ലാം ഒരു പരിധിക്കായാൽ കൊള്ളാം. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ഒന്ന് പോച്ച. ആ ശ്രീകുട്ടനെ വിളിക്ക്. എന്തിനാ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം, തിരിച്ച് ചോദ്യമൊന്നും വേണ്ട. വിളിക്കടേ. ശ്രീകുട്ടാ, ശ്രീകുട്ടാ, ശ്രീ. ഓ, എന്താ അമ്മേ? നിന്റെ പേരാണ് ശ്രീകുട്ടൻ? അല്ലടാ. അല്ല, ഞാൻ കേശു. എന്തോ തീർക്കുന്നു. എടാ ശ്രീകുട്ടാ. എന്ത് ചേച്ചി? ബാലു വിളിക്കണ്. എത്ര പ്രാവശ്യം വിളിക്കണോടാ നിന്നെ? ശരി ആയിട്ടൂടെ നിനക്ക്? ഇതേ വിളിക്കണ്. ശ്രീകുട്ടാ, ആരെങ്കിലും
ഏതെങ്കിലും വിധത്തിലൊക്കെ നിലപറന്ന് നമ്മളോട് പെരുമാറിയാൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോരുത്. ശ്രദ്ധിക്കാൻ പോരെന്ന് മാത്രമല്ല, അവരെ നമ്മൾ പിന്തിരിപ്പിക്കുകയും ചെയ്യണം. ഇതാണ് ഒരു ഉത്തമ പുരുഷൻ. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള് നിനക്ക് മനസ്സിലായാ? മനസ്സിലായടാ? അളിയൻ പറഞ്ഞതിന്റെ പൊരുള് ചാച്ചിക്ക് മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. ആ, എനിക്കും മനസ്സിലായി. എന്ത് എന്താ എന്ത് എന്താ എന്തടേ? ഒന്നുമില്ല. പോവനെ അവിടെ ഇരിവിടെ. പോവാൻ പറഞ്ഞ എന്തിനാ? ആ ഇരിവിടെ. നീ എനിക്ക് അളിയനല്ല, എനിക്ക് അനിയനാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയും ചേച്ചി അളിയന്റെ ഭാര്യയല്ല സഹോദരിയാണെന്ന്. ആരടാ എടാ ഞാൻ പറഞ്ഞ നിൽക്കാള് അളി അനിയനാണെന്ന് പറയും പോലെടാ ഭാര്യ കുറച്ച് കഴിഞ്ഞ് സഹോദരിയാവെന്ന് പറഞ്ഞത്. ആരടാ പോട്ടായി. നീ പറഞ്ഞതിലും കുറച്ച് കാര്യമുണ്ട്. ഈ വലിയ മനുഷ്യര് വലിയ വലിയ ആൾക്കാരൊക്കെ ഈ മനുഷ്യ ബന്ധങ്ങളെ പറ്റി ചില ഗ്രന്ഥങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഒരു വീട്ടിൽ ഒരുപാട് വർഷം ജീവിക്കുമ്പോൾ നീ ചിരിക്കണ പടി പടി നീ എന്തിനാ ഇരിക്കണേ? അച്ഛൻ്റെ പിന്നെ ഇരിക്കാൻ പറയാ. വലിയൊരു വർത്താനം പറഞ്ഞിട്ട് തോന്നി കണിക്കല്ലേ കൂടുതൽ. അളിയ ഇപ്പൊ എന്നെ വിളിച്ചെന്തിനാണെന്ന് പറയാളിയാ? എന്നെ ഇപ്പൊ വിളിച്ചെന്തിനാണ് പറയട്ടാ? നീ എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കണം. ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കൂല. അവസാനം വല്ല കുരിക്കിലും ചെന്ന് വീഴും. എന്താടാ നോക്കണേ? എന്താ നോക്കണേ? പെണ്ണെവിടെ നോക്കിയത്? അല്ല അളിയൻ പറഞ്ഞല്ലോ ഇവിടെ പെട്ടെന്ന് കല്യാണം ഇവിടെ പെണ്ണിനെ കൊണ്ട് വെച്ചേക്കണ നോക്കിയത്. അയ്യോ ഇവ നീളയും പോകൂല കുറുകയും പോകൂല. യാത് ഓ ഇനി അളി എനിക്ക് വേണ്ടി പെണ്ണൊന്നും ആലോചിക്കാനും വേണ്ട. അത് പെണ്ണൊക്കെ ഉണ്ടല്ല, പെണ്ണൊക്കെ ഉണ്ട്. വരട്ടെ, എല്ലാം പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അവനെ എന്താണ് ഉദ്ദേശിച്ചത്? നീ ഒരു കാര്യം ചെയ്, തഞ്ചത്തിൽ അവൻ്റെ അടുത്ത് നിന്ന് എന്താണ് അവൻ്റെ മനസ്സിരിപ്പെന്ന് അറിഞ്ഞിട്ട് വാ കേട്ടാ. വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിൽ നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ഉണങ്ങിയിട്ടില്ല, കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങും. നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരം നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരം നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. മോഹനരാഗം നിന്റേകം കീർത്തനമാക്കി ഞാൻ പാടും. പുഞ്ചിരിപ്പാലൻ ഉള്ളം കവർന്നു കണ്ണാന കണ്ണേ എൻ സ്വന്തമല്ലോ നീ. സുന്ദരം നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി നീയും സുന്ദരം ഞാനും
ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ബാലു! എന്താ ഏ? എന്താ അങ്ങനെ തോപ്പിക്കാൻ പറ്റൂല, അങ്ങനെ വിട്ടാ പറ്റൂല. ഞാൻ ഇടിച്ചു കയറും. സ്വപ്നത്തിൽ തോപ്പിക്കാൻ നോക്കണം. പോവാങ്ങോട്. മനുഷ്യൻ മെനക്കെടുത്താൻ വേണ്ടി ഒരു മനുഷ്യൻ. രണ്ട് സ്റ്റെപ്പും കൂടെ ഇടും. मगर न है मुझे न तुझको कोई खबर, पर ये दिल कब से है कहने लगा. ഞാനില്ല. मैं तेरा होने लगा. मैं तेरा तू मेरी होने लगी. न जानू मैं न जाने तू हुआ ये जादू कैसे, जो मेरा था वो खो गया, जो तेरा मिल गया हो जैसे. इस दिल ने जब जाना के बस तू मैं तेरा तू मेरी होने लगी. ഇങ്ങോട്ടോ ചേട്ടാ, വേണ്ട വേണ്ട. വല്യേട്ടാ, അവരെവിടെ പോയതാ? അങ്ങോട്ട് അകത്തോട്ട്. ഇവിടുത്തെ ഓരോരുത്തർ കോമൾത്തരം കണ്ട അവരൊക്കെ പറഞ്ഞാൽ ശരിയാവൂല. ഇവിടൊക്കെ അങ്ങനെയാ. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ആ, ഇഷ്ടപ്പെട്ടില്ല. നമ്മളവിടെ ഇങ്ങനെ നടക്കൂല. നിങ്ങളവിടെ അങ്ങനെ നടക്കൂലല്ലേ? പോപ്പച്ചി. നിന്റെ നിന്റെ പുറത്തിലോട്ടാല് നീ പോടി അപ്പച്ചിന്ന് പറയണ പോലെ ഉണ്ടല്ലോ. അതെ, കൈവിട്ടെ. നിനക്ക് ഇത്ര കുഴപ്പമെന്ത്? നേരത്തെ തള്ളിയിട്ട് എനിക്ക് ഇതുകൊണ്ട് മറന്നിട്ടില്ല. ആണോ? നീ നിനക്ക് നിന്റെ അപ്പച്ചില്ലേടി, നിനക്ക് നിന്റെ ഇത്ര ദേഷ്യം. വല്യേട്ടാ, വല്യേട്ടാ, ശരിയാക്കി തരാം. വല്യേട്ടാ, 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 വല്യേട്ടാ. നിങ്ങൾ മോളിൽ തള്ളിയിട്ട് താവയില്. അമ്മ തള്ളി വിട്ടോന്നല്ലേ, വലിച്ച് അകത്ത് കയറ്റിയതാ. എന്താണോ നിനക്കൊക്കെ? മിന്നു, നീ ആവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിനാ? നിനക്ക് എന്തെങ്കിലും ഇത്ര കുഴപ്പം? എന്തോന്ന് എന്തോന്ന്? നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടണേ? അപ്പൊ ഞാൻ എന്താ ചെയ്തേ? നീ ഒന്നും ചെയ്തില്ലേ? വല്യേച്ചി എവളെ എല്ലാ പ്രശ്നത്തിലും കാരണം. എവളാ മൂത്തവരങ്ങനെ വിളിക്കണേ? ആ, രമേച്ചി എല്ലാ പ്രശ്നത്തിലും കാരണം. ഇവിടെ ഈ സ്ത്രീയായിട്ട് തന്നെ പിറകെ ശല്യം ചെയ്യണതും ഈ ചേച്ചി തന്നെയാ. ഞാനോ? ആ, വേണമെങ്കിൽ സൂക്ഷിച്ച നിങ്ങൾക്ക് കൊള്ളാം. മിന്നു, നീ ആവശ്യമുണ്ട്. നീ എന്നെ എന്തിനാ അടി അടിക്കണേ? പ്രായം നോക്കി വേണം ഞാൻ പല അവളെന്നെ അടിച്ചല്ലോ. നീ എന്തിനാ അവളെ തല്ലണേ? പിന്നെ ഇവിടെ അടിക്കാൻ അവളായ എല്ലാത്തിനെയും കൂടെ വാരി കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് കളാം. സി പണിയല്ലേ എനക്ക് തന്നെയാടി. ഞാൻ എന്താ വലിയ ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അടി ഉണ്ടാക്കിയിട്ട് അടി ഉണ്ടാവില്ല.
എന്തടാ ഏ? എന്ത് നീ അവളോട് പറ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് പോ നീ കേറി പോടി മാപ്പോറടി മാപ്പോറടി മാപ്പോറ മാപ്പോറ ഞാൻ മാപ്പ് പറയൂല. പറയണേ മാപ്പ്. ഞാൻ മാപ്പ് പറയൂല. മാപ്പ് പറയണേ. ഞാൻ എന്തിനു മാപ്പ് പറയണ? ഇതാര് 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 ശ്രീയേട്ടൻ. ഏ ശ്രീയേട്ടൻ. ചേട്ടൻ തന്നെ ഓ. അതാര് രമേച്ചി. ഏ? രമേച്ചി. നീ നേരത്തെ ഒന്ന് വിളിച്ചേ എടീന്ന്. ഏ? എടീന്ന്. മാപ്പോറ എനിക്ക് വയ്യ. മാപ്പോറടി ഞാൻ മാപ്പ് പറയൂല അണ്ണാ. ഞാൻ മാപ്പ് പറയൂല അണ്ണാ. മാപ്പോറടി ഇല്ല അണ്ണാ ഞാൻ മാപ്പ് പറയൂല. ഞാൻ മാപ്പ് പറയൂല. മാപ്പ് പറയൂല. മാമനെ കേറി തല്ലണ. ഇല്ല പറയൂല അണ്ണാ. ഞാൻ പറയൂല അണ്ണാ. നമ്മുടെ കുടുംബക്കാരൻ നമ്മൾ ഈ കൂടെ കുടുംബത്തിനൊന്നും തോക്കാൻ പാടില്ല അണ്ണാ. ആ കൊണ്ടേ വെക്ക് ഭയങ്കര അനുസരണ ചേച്ചി ചേച്ചി നീ മാപ്പ് പറഞ്ഞാ മതി നീ മാപ്പ് പറഞ്ഞാ മതി ഇല്ല മാപ്പ് പറയൂല. മാപ്പ് പറയൂല. നിനക്ക് ആരുടെ നീ അണ്ണാ പറഞ്ഞോടാ അണ്ണാ എന്റെ തടിസോ പറഞ്ഞോടാ നീ എപ്പ വന്നാലും ഇവിടെ അടിയിട്ടല്ലേ ഓ